ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു അടിപൊളി ചട്നി റെസിപ്പി ആയിട്ടാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 13 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ 20 മിനിറ്റ് ആയപ്പോൾ മുളക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സോക്ഡ് ആയിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ടും മിക്സിയിൽ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതിലോട്ട് ഒരു തക്കാളിയുടെ പകുതി ചെറുതായിട്ട് മുറിച്ചത് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചെറിയ 2 കഷ്ണം ഇഞ്ചിയും ഇട്ടുകൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 7 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കാം. ഇനി ഒരു 1 ടീസ്പൂൺ പൊട്ടുകടല കൂടെ ചേർത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ചട്നി റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ 2 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഉള്ളി ഓവറായിട്ട് വഴന്നു പോകരുത്. നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായി ഒന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം. ഇപ്പോൾ ഇതാ ഉള്ളി പാകത്തിന് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്തെടുക്കാം. കുറച്ച് ജാറ് കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് അരപ്പൊക്കെ കുക്കായി വരട്ടെ. ഞാനിവിടെ ഒരു ചട്നി അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ലെങ്തി ആയിട്ടുള്ള ചട്നിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാം. ഇപ്പോൾ ഇതാ ചട്നി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളത്തിൽ വാളംപുളി ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചട്നി കണ്ടോ നല്ല പാകത്തിന് തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് വറവ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇപ്പോഴത്തെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്ന്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നേരെ ചട്നിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴത്തെ നമ്മുടെ രുചികരമായിട്ടുള്ള റെഡ് ചില്ലി കോക്കനട്ട് ചട്നി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇതുപോലൊരു സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെഡ് ചില്ലി കോക്കനട്ട് ചട്നി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഇഡ്ഡലി ദോശ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെഡ് ചില്ലി കോക്കനട്ട് ചട്നി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.